എല്ലാവർക്കും ഒരു ഫൈനൽ ഇയർ പ്രൊജക്ട് ഉണ്ടാവും. ഫൈനൽ ഇയർ പ്രൊജക്ട് അല്ലെങ്കിൽ മിനി പ്രൊജക്ട് ഉണ്ടാവും. പക്ഷെ എല്ലാവരും പറയുന്നത് എന്താണ്, യുണീക്ക് ആയിട്ടൊരു പ്രൊജക്ട് വേണമെന്നാണ്. പക്ഷെ ശരിക്കും യുണീക്കായ പ്രൊജക്ട് കിട്ടുമോ ഈ ടൈമില്? അത് പറഞ്ഞാൽ ടീച്ചർമാർ പ്രൊജക്റ്റിന് വാശി പിടിക്കണ പറഞ്ഞാൽ, ഒന്നാമത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത സംഭവമാണ്, ബിടെക് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പറഞ്ഞാൽ അവർക്ക് സ്കില്ല് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനോ എന്ത് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും സ്കില്ല് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ടീച്ചർമാർ പറയണം ഓക്കെ പ്രൊജക്റ്റ് മിനി പ്രൊജക്റ്റിന് ഐഡിയ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയും. നമ്മളെന്ത് ചെയ്യും, കൂട്ടുകാരോടൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയണം പരിചയത്തിൽ അറിയണം എല്ലാവരോടും ചോദിക്കും, വല്ല ഐഡിയ ഉണ്ടോ, വല്ല എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ഇത് യുണീക്കാണ്. ടീച്ചർമാർ പറയണതാണ് യുണീക്കാണ്, ഇതുവരെ ആരും സെലക്ട് ചെയ്യാത്ത സംഭവമാണ്, ഇന്നോവേറ്റീവ് ആണ്, കുറേ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ ഇത്രയും യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ആരും ചെയ്യാത്തൊരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു ഐഡിയ ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അത് അത്രയും വലിയൊരു പ്രൊജക്റ്റ് ആവും. ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബസ് ട്രാക്കർ, സ്ഥിരം പറയല്ലോ ബസ് ട്രാക്കർ. ഈ ബസ് ട്രാക്കർ സാധാ ഒരു ബസ് ട്രാക്കർ ആണെങ്കിൽ ടീച്ചർ പറയും ഇത് ഓൾറെഡി ഉണ്ടല്ലോ പറയും. അപ്പോൾ ചില ആൾക്കാർ എന്ത് പറയും, സാധാ ബസ് ട്രാക്കർ അല്ല, ഇതിൽ കുറേ പുതിയ ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓരോ പുതിയ ഫീച്ചർ ആഡ് ചെയ്യുന്നതനുസരിച്ച് പണി അവിടെ കൂടുന്നതാണ്, അല്ലെ? പുതിയ പണി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പണിയുള്ള ഒരു സംഭവം ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, എന്നിട്ട് ഈ കുട്ടികൾ ചെന്നപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓരോ സെന്ററുകൾ, പ്രൊജക്ട് സെന്ററുകൾ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് പഠിപ്പിക്കണം എന്നുള്ള പേരിൽ, കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ല. നമ്മളെ പ്രൊജക്ട് സെന്ററിന് കുറ്റം പറയല്ല, അതുപോലെ സ്ഥലങ്ങൾ ഈ കുട്ടികളെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. അല്ല അവർക്കൊരു എന്താ പറയുക, ഒരു ഇതുപോലെ സൊല്യൂഷൻ പോലെ കൊടുക്കുകയാണ്. ഈ കുട്ടികൾക്കൊന്നും അറിയില്ല, അപ്പോൾ അവരെന്ത് ഈ പ്രൊജക്റ്റുകൾ അവിടെ പോയി കൊടുക്കും, അവർ പ്രൊജക്റ്റ് ചെയ്ത് തിരിച്ച് കുട്ടികൾക്ക് കൊടുക്കും. അതാണ് അവരുടെ അവസ്ഥയാണ്. കാരണം അവർക്ക് ഈ സംഭവം ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് യുണീക്ക് ആവുന്നുള്ള ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഇപ്പം ഞാനൊരു ഐഡിയ എടുത്തു തരികയാണ്. ഇപ്പം നമ്മളെ കോളേജിലൊക്കെ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയ തന്നെ വേറൊരാൾക്കും ഉണ്ടാവും. അത്രയും യുണീക്കായിട്ടുള്ള ഐഡിയ കണ്ടുപിടിക്കാൻ പറ്റണില്ല. എല്ലാവരും മനസ്സിലും സെയിം ഏകദേശം ഒരേ ഐഡിയ തന്നെ വരിക. നമ്മൾ എന്തെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ നമ്മൾ ഏകദേശം ഒപ്പിച്ച് വിടും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ ആകെയുള്ളൊരു ഓപ്ഷൻ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പഴയ ഐഡിയ ഉണ്ടാവും, അത് പൊടി തട്ടിയെടുത്ത് അതിന് മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ള രീതി നമുക്ക് പറ്റുള്ളൂ. കാരണം ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരിക്കലും ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവം ബിടെക് എന്ന് പറഞ്ഞാൽ കേട്ടുവിന്റെ കലണ്ടറിലേ ഇല്ല എന്ന് വേണേ പറയാം. അങ്ങനെ സംഭവം ഇല്ല. ഒരു മാസം ഇന്റേൺഷിപ്പ് എന്താ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തിനാണെന്ന് അറിയില്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൈം തന്നെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ യുണീക്ക് ആയിട്ട് ഒരു ഐഡിയ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞാൽ അസാധ്യമാണ്. ഇപ്പൊ ഐഡിയ ഉണ്ടെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ? എക്സാമ്പിൾ ഒരു ആപ്പ് ആയാലും ആപ്പ് ഡെവലപ്പ് ചെയ്യണ്ടേ, ആപ്പ് ഡെവലപ്മെന്റ് പഠിക്കണ്ടേ? നല്ല ടൈം ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഇവര് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ പോലും ഇതിന്റെ ടൈം പീരീഡ് പറഞ്ഞാൽ അപ്പൊ ഈ മറ്റേ സിലബസ് അനുസരിച്ച് മൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ ആദ്യം പ്രസന്റേഷൻ എടുക്കണം, പ്രസന്റേഷന് കുറെ ഐഡിയ സബ്മിറ്റ് ചെയ്തൊക്കെ സിസ്റ്റമാറ്റിക്കലി മൂവ് ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഓക്കെ ഒരു ഐഡിയ നമ്മൾ സാധാരണ ഞാനൊക്കെ ഈ പ്രൊജക്റ്റ് കേട്ടപ്പോൾ വിചാരിച്ചു പറഞ്ഞാൽ ഓക്കെ ഒരു ഐഡിയ സബ്മിറ്റ് ചെയ്യണം, ടീച്ചർ സെലക്ട് ചെയ്യണം, അതുവരെ ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യണം, എല്ലാം കഴിഞ്ഞിട്ട് ഓരോ ടൈമിലും ടീച്ചർ റിവ്യൂ ചെയ്യണം, അതങ്ങനെ ഇതാക്കണം. അത് അങ്ങനല്ല, ഇതെന്തോ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് റിവ്യൂ ആണ്, അത് ആർക്കിടെക്ചർ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട്. കുറെ ഭയങ്കര കോംപ്ലക്സ് ആക്കി വരും. ജസ്റ്റ് കേട്ടു പറയുന്നു, ഇവരനുസരിക്കുന്നു, ചെയ്യുന്നു. അതാണ് സംഭവം. അല്ല അതിന്റെ പുറത്ത് നമുക്ക് ഉള്ളിൽ നിന്നൊരു സംഭവം കിട്ടുക, നമ്മളെ പുറത്ത് കഴിവെടുക്കാം. ഇനിയിപ്പോൾ കഴിവെടുക്കാന്ന് വിചാരിച്ചോ, ഒരു ഗ്രൂപ്പിൽ എന്താ നടക്കണേ, മിക്ക ഗ്രൂപ്പുകളിലും ഏതെങ്കിലും ഒരാൾ പണിയെടുക്കുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നിട്ട് ഈ രണ്ടാൾക്കാർ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പണിയെടുക്കും, അല്ലെങ്കിൽ ഈ ഒരാൾ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പണിയെടുക്കും, ബാക്കിയുള്ള എല്ലാവരും വെറുതെ ഇരിക്കും. തന്നെ എല്ലാ ഗ്രൂപ്പിലും നടക്കണം.